ക്യൂറി ബാർക്കർ ഡയറക്റ്റ് ചെയ്ത ഒബ്സഷൻ എന്ന് പറയുന്ന സിനിമ ഞാൻ അടുത്തിടെ കണ്ട് വെച്ച ഏറ്റവും ക്രീപ്പിയസ്റ്റ് മൂവി എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്കും ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന, നമ്മൾ നോർമലി പടങ്ങളിപ്പോൾ തുടരെ കണ്ടുവരുന്ന ജംപ് സ്കെയർ അല്ല, പക്ഷെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു തരിപ്പ് കിട്ടുന്ന, അല്ലെങ്കിൽ ഓരോ സീനും എന്താ സംഭവിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പേടിപ്പിക്കുക ഒരു പിടിയും കിട്ടാത്തൊരു സിനിമയാണ് ഒബ്സഷൻ എന്ന് പറയുന്ന ഈ സിനിമ. ഇതിൽ ജോൺസ്റ്റനും ഇവാന നവരട്ടെ എന്ന് പറയുന്ന രണ്ടുപേരാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇവാന നവരട്ടെ നമ്മുടെ ഫ്രീക്കി നിക്കി എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ആളുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സൗണ്ട് മോഡുലേഷൻ വരുന്ന വേരിയേഷൻസ് ആണെങ്കിലും ഒരു പക്ക നമ്മളെ പേടിപ്പെടുത്തുന്ന, നമ്മളെ ക്രീപ്പി ആക്കുന്ന തരത്തിലുള്ള ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നായകനായാലും ആ ഒരു പേടിയും പരിഭവവും ഒക്കെ പുള്ളി കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിലോട്ട് വരുമ്പോൾ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. വൺ ഡേ അവൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന നായകന്. അങ്ങനെ അവൻ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ പോയിട്ടൊരു ക്രീപ്പിയസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഫ്രീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങുകയാണ്, വൺ വിഷ് വില്ലോ എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നടക്കും എന്നാണ് അവർ പറയുന്നത്. നായകനത് ബ്രേക്ക് ചെയ്യുന്നു, പിന്നീട് നടക്കുന്നതാണ് സിനിമ പറയുന്നത്. അത്യാവശ്യം നന്നായി പേടിക്കാനുണ്ട് സിനിമയ്ക്കകത്ത്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഈ സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു മ്യൂസിക്കാണ്. എഡിറ്റിംഗ് ഒക്കെ ഡയറക്ടർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു പരിവുള്ളത്, ഇവിടെ സർട്ടിഫിക്കേഷൻ ചെയ്ത് വിട്ടിട്ടുള്ള ഒരു സിനിമയ്ക്കകത്ത് ഒരു സീന് കട്ട് ചെയ്തിരിച്ചിട്ടാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലറും ചിലപ്പോൾ ആകും. അത് ഞാൻ അറിഞ്ഞത് പിന്നീട് യൂട്യൂബ് ഷോർട്സ് കണ്ടിട്ടാണ്. അങ്ങനെ ഒരു സീന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ അതൊരുമാതിരി തോന്നും, അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട്. ആ കട്ട് ചെയ്തത് തന്നെ ശരിയായിട്ടില്ല. ആ ഒരു സീനിൻ ആ കട്ട് ചെയ്യുന്ന കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ അവിടെ സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടെന്ന് തോന്നിപ്പോയി. ആൻഡ് സിനിമയ്ക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ നമ്മൾ ഭയങ്കരമായിട്ട് അതിനകത്തോട്ട് ചെല്ലുകയും നമുക്ക് എന്താണ് നമ്മൾ ഒന്നും അറിയില്ല. ചില ഷോർട്സ് കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നമ്മളെ പേടിപ്പെടുത്തും എന്നൊക്കെ. പക്ഷെ അങ്ങനെയാണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്താൽ പോലും നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. നല്ലൊരു ഇതിനേക്കാളും നല്ലൊരു അടുത്തൊന്നും ക്രീപ്പിയസ്റ്റ് എന്ന വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാലും ആ ഒരു നായികേൻ്റെ സൗണ്ട് മോഡുലേഷനാണ് ഏറ്റവും വലിയ ഇത്. നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്റർ റെക്കമെൻഡ് ചെയ്യുകയാണ് ഞാൻ. കാരണം എന്നാലേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. കാരണം അത് പെട്ടെന്നൊക്കെ ഒരു സൗണ്ട് വരുന്നതും അവളുടെ മാനറസും ആ നായികയുടെ മാനറസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ മണിച്ചിത്രത്താഴി ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞിട്ട് പറയില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കളയും. ഒരു ഗേൾ ഫ്രണ്ടേ വേണ്ടാന്ന് തോന്നിക്കളയും. സോ ഒബ്സഷൻ നല്ലൊരു കിടിലൻ പടമാണ്. തിയേറ്റർ വാച്ച് മിസ് ചെയ്യാത്ത ഒരു സിനിമയാണ്. മിസ് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.